വർഷങ്ങളായി യുദ്ധവും സംഘർഷങ്ങളും നിഴലിച്ച ഗസയിൽ ശാശ്വതമായ സമാധാനം സ്ഥാപിക്കുന്നതിനായി അന്താരാഷ്ട്ര തലത്തിൽ വലിയൊരു നയതന്ത്ര മുന്നേറ്റം യാഥാർത്ഥ്യമാവുകയാണ്. ഗസയുടെ സിവിലിയൻ ഭരണത്തിൽ നിന്നും സൈനികപരമായ എല്ലാവിധ ചുമതലകളിൽ നിന്നും പൂർണ്ണമായും ഒഴിഞ്ഞുമാറാൻ ഫലസ്തീൻ സായുധ സംഘടനയായ ഹമാസ് സന്നദ്ധത അറിയിച്ചിരിക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച പുതിയ സമാധാന ചട്ടക്കൂട് അംഗീകരിച്ചുകൊണ്ടാണ് ഹമാസിന്റെ സുപ്രധാന നീക്കം. യുദ്ധവിരാമം എന്നതിലുപരി ഗസയുടെ സമഗ്രമായ പുനരധിവാസവും ഭരണമാറ്റവും ലക്ഷ്യമിടുന്നതാണ് അന്താരാഷ്ട്ര തലത്തിൽ പിന്തുണ ലഭിച്ച ഈ പുതിയ പദ്ധതി. ഗസയുടെ ഭരണം ഒരു താൽക്കാലിക ഫലസ്തീൻ ഭരണകൂടത്തിന് കൈമാറുന്നതിനും ഹമാസിന്റെ പരമ്പരാഗത ഭരണ സംവിധാനങ്ങൾ പൂർണ്ണമായി ഇല്ലാതാക്കുന്നതിനും ഈ പദ്ധതി ആഹ്വാനം ചെയ്യുന്നു. ഒരു പുതിയ ഫലസ്തീൻ സമിതിക്ക് ഗസയുടെ ഭരണ ചുമതല പൂർണ്ണമായും വിട്ടു നൽകുന്ന തരത്തിലുള്ള ഒരു അന്താരാഷ്ട്ര കരാറിന് ഹമാസ് സമ്മതിക്കുന്നത് ചരിത്രത്തിൽ ഇത് ആദ്യമായാണെന്ന് മുതിർന്ന ഭരണകൂട ഉദ്യോഗസ്ഥരും വ്യക്തമാക്കുന്നുണ്ട്. പുതിയ സമാധാന രൂപരേഖ അനുസരിച്ച് ഗസയിലെ മുഴുവൻ സിവിലിയൻ സുരക്ഷാ ചുമതലകളും കൈകാര്യം ചെയ്യുന്നത് നാഷണൽ കമ്മിറ്റി ഫോർ ദി അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഗസ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സ്വതന്ത്ര താൽക്കാലിക സമിതിയായിരിക്കും. താൽക്കാലിക കാലയളവിൽ ഗസയിലെ സർക്കാർ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം നിയന്ത്രിക്കാനും ജനങ്ങൾക്ക് അത്യാവശ്യമായ പൊതുസേവനം മുടങ്ങാതെ ലഭ്യമാക്കാനും ക്രമസമാധാനം കർശനമായി പാലിക്കാനുമുള്ള ഏക ഔദ്യോഗിക അധികാരം ഈ നാഷണൽ കമ്മിറ്റിക്കായിരിക്കും. ഗസയിൽ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ ഔദ്യോഗികമായി ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ നിലവിലുള്ള ധനകാര്യ ഭരണ സംവിധാനങ്ങളെക്കുറിച്ച് ഈ സമിതി കൃത്യമായ മൂല്യനിർണ്ണയം നടത്തുന്നതായിരിക്കും. ഒരു അധികാരം, ഒരു നിയമം, ഒരു ആയുധം എന്ന അത്യന്തം കർശനമായ നയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സമാധാന പദ്ധതി പൂർണ്ണമായും തയ്യാറാക്കിയിരിക്കുന്നത്. ഗസയിൽ ഒരേ സമയം വരിവരിയായി നിലനിൽക്കുന്ന വ്യത്യസ്ത സായുധ ഗ്രൂപ്പുകളെയും സമാന്തര ഭരണ നിർവഹണ രീതികളെയും പൂർണ്ണമായി അവസാനിപ്പിക്കുക എന്നതാണ് ഈ പ്രഖ്യാപിത തത്വത്തിലൂടെ അന്താരാഷ്ട്ര സമൂഹം പ്രധാനമായും ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ഭാഗമായി ഗസയിലെമ്പാടും ആയുധങ്ങൾ നിയന്ത്രിക്കാനും ജനങ്ങൾക്ക് ആയുധ ലൈസൻസുകൾ അനുവദിക്കുവാനും പോലീസ് സംവിധാനങ്ങളുടെയും സുരക്ഷാ സേനകളുടെയും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുവാനുമുള്ള സർവാധികാരം ഈ നാഷണൽ കമ്മിറ്റിയിൽ മാത്രം നിക്ഷിപ്തമായിരിക്കും. സമാധാനപരമായ ഭരണ കൈമാറ്റം ഉറപ്പുവരുത്തുന്നതിനായി ഒരു പൊതു സിവിൽ സമാധാന കരാറിൽ ഒപ്പിടാൻ എല്ലാ ഫലസ്തീൻ സായുധ വിഭാഗങ്ങളോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രതികാരാക്രമണങ്ങൾ, സൈനിക പരേഡുകൾ, ആയുധമേന്തിയുള്ള പരസ്യ പ്രകടനങ്ങൾ തുടങ്ങി ഭരണ കൈമാറ്റത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന യാതൊരുവിധ നടപടികളും ഒരു വിഭാഗത്തിൽ നിന്നും ഉണ്ടാകാൻ പാടില്ലെന്ന് ഈ കരാർ വ്യക്തമാക്കുന്നു. ആഭ്യന്തര സുരക്ഷയും ക്രമസമാധാനവും ഉറപ്പാക്കേണ്ട പൂർണ്ണ ഉത്തരവാദിത്തം നാഷണൽ കമ്മിറ്റിക്കും അതിന് കീഴിൽ അണിനിരക്കുന്ന പുതിയ പോലീസ് സേനയ്ക്കുമായിരിക്കും. ഹമാസിന്റെയോ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെയോ സ്വാധീനമില്ലാത്ത തികച്ചും സ്വതന്ത്രമായ ഒരു സാങ്കേതിക ഭരണകൂടം കെട്ടിപ്പടുക്കുകയാണ് ഈ പദ്ധതിയിലൂടെ ട്രംപ് ഭരണകൂടം ലക്ഷ്യമിടുന്നത്. ഗസയിലെ തകർന്നടിഞ്ഞ പൊതുസ്ഥാപനങ്ങൾ പുനർനിർമ്മിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ വീണ്ടെടുക്കുന്നതിനുമായി ഗസയിൽ നിന്നും വെസ്റ്റ് ബാങ്കിൽ നിന്നും അന്താരാഷ്ട്ര തലത്തിലുള്ള ഫലസ്തീൻ പ്രവാസികളിൽ നിന്നുമുള്ള വിദഗ്ധരായ പ്രൊഫഷണലുകളെ ഉൾപ്പെടുത്തിയാണ് ഇടക്കാല ഭരണസമിതി രൂപീകരിക്കുക. ഫലസ്തീൻ അതോറിറ്റിക്ക് ഭാവിയിൽ വലിയൊരു രാഷ്ട്രീയ പങ്കാളിത്തം നൽകുന്നതിനുള്ള സാധ്യതകൾ ഈ പദ്ധതി പൂർണ്ണമായും തള്ളിക്കളയുന്നില്ലെങ്കിലും മുൻകൂട്ടി നിർദ്ദേശിച്ചിട്ടുള്ള കടുത്ത ഭരണപരിഷ്കാരങ്ങൾ പൂർത്തിയാക്കിയ ശേഷം മാത്രമേ അത് സാധ്യമാകൂ എന്നും അമേരിക്ക വ്യക്തമാക്കുന്നുണ്ട്. അതുവരെ ഫലസ്തീൻ അതോറിറ്റിയുമായി നിരന്തരം ആശയവിനിമയം നടത്തിക്കൊണ്ട് ഈ നാഷണൽ കമ്മിറ്റിയാകും ഗസയുടെ പൂർണ്ണ ഭരണ ചുമതല വഹിക്കുന്നത്.